വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ സനായിലെ ജയിലിൽ കഴിയുകയാണ് നമ്മുടെ പാലക്കാട്ടുകാരിയായ നിമിഷപ്രിയ. അപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ കീഴ്ക്കോടതി വധശിക്ഷ നൽകി, അതിൽ അപ്പീൽ കൊടുത്തു, അപ്പീൽ തള്ളി. അതിൻ്റെ മുകളിൽ പരമോന്നത കോടതി പോയി അവിടുത്തത് അതും തള്ളി. അതും കഴിഞ്ഞതിന് ശേഷം അവിടെ പ്രസിഡന്റ് ഇപ്പോൾ വധശിക്ഷ ശരിവെച്ചേക്കാണ്. അപ്പോൾ അതൊരു ലാസ്റ്റ് സ്റ്റേജാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു മാർഗവുമില്ലായിരുന്നു. നിമിഷപ്രിയയുടെ അമ്മ അവിടെ സനായിലെത്തിയിട്ട് ഈ മോളെ 2 പ്രാവശ്യം ജയിലിൽ ചെന്ന് കാണാനും ഒക്കെ പറ്റിയവർക്ക്. അപ്പോൾ ഇത് ഒരു തലാൽ എന്ന് പറയുന്ന ഒരു യമനി പൗരൻ കൊല്ലപ്പെട്ടതാണ് ഈ കേസ്. ഈ തലാലുമായി ചേർന്നിട്ട് പാർട്ട്ണർഷിപ്പിൽ നിമിഷപ്രിയ അവിടെ ഒരു ക്ലിനിക്ക് ആരംഭിച്ചിരുന്നു കേട്ടോ. ആ ക്ലിനിക്ക് നല്ല രീതിയിൽ അതങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇയാളുടെ പ്രവർത്തനങ്ങളിൽ നിമിഷപ്രിയയ്ക്ക് സംശയവും ബുദ്ധിമുട്ടുമായി. അപ്പോൾ നിമിഷപ്രിയയ്ക്ക് അതിൽ നിന്ന് പോകാനും മാർഗമില്ല. കാരണം പാസ്പോർട്ടും രേഖകളും ഒക്കെ എല്ലാം അയാളുടെ കയ്യിലാണ്. അവൻ ഇത് കൊടുക്കത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നിമിഷപ്രിയ ഒരു സഹപ്രവർത്തകയുമായിട്ട് ചേർന്നിട്ട് ഇയാൾക്ക് എന്തോ സെഡേറ്റീവ്സ് ഇത് കൊടുത്തു കേട്ടോ. ആ സെഡേഷൻ എന്തോ കൊടുത്ത് കൂടിപ്പോയിട്ടുണ്ട്. അതാണ് പ്രശ്നം. ആ രീതിയിൽ ഇയാൾ മരിച്ചുപോയി. അയാളെ കൊല്ലാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല എന്നുള്ളതാണ്. കാരണം ഈ പാസ്പോർട്ട് എങ്ങനെയെങ്കിലും അയാളെ ഇന്ന് തിരിച്ചെടുക്കണം. യാത്രാരേഖകളും പാസ്പോർട്ടും ഒക്കെ ഇനി രക്ഷപ്പെട്ട് വരാൻ വേണ്ടിയാണ്. കാരണം ഇയാളോടൊപ്പം അവിടെ കഴിയാൻ പറ്റുന്നില്ല. മാത്രമല്ല വളരെ മോശമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അയാൾ മറ്റേ ആളുകളെ ഏതാണ്ട് ഈ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് ഈ ബുദ്ധിമുട്ട് ഇവർ തമ്മിലുള്ള ആ അകൽച്ചയായത്. അകൽച്ചയായി കഴിഞ്ഞപ്പോൾ ഈ പാസ്പോർട്ട് ഇയാൾ കൊടുക്കുകയല്ല. ഇവൻ്റെ കൈവശത്ത് നിന്ന് അത് കരസ്ഥമാക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇവന് സെഡേഷൻ കൊടുത്തത്. ആ സെഡേഷൻ കൊടുത്തത് ശരിയായ രീതിയിലല്ല, അത് കൂടിപ്പോയി എന്താണ് ചെയ്തു. അങ്ങനെയാണ് ഇയാൾ മരിക്കുന്നത്. അപ്പോൾ ഇയാൾ കൊല്ലപ്പെട്ടതോടുകൂടി പ്രശ്നമായി, കേസായി. അപ്പോൾ അവസാനം ഈ രീതിയിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഈ അവിടുത്തെ പ്രശ്നം, ഈ സനായിലെ പ്രശ്നം എന്ന് പറയുന്നത് ഹൗത്തികളുടെ കയ്യിലാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു ഭൂരിഭാഗം സ്ഥലങ്ങളും ഈ പറയുന്ന യമൻ്റെ തലസ്ഥാനത്ത്. അത് കഴിഞ്ഞ് അവിടെ അത് മാത്രമല്ല, അതിനോടൊപ്പം ഒരു 3-4 സംഘങ്ങൾ, ഇതേപോലുള്ള ഭീകര സംഘങ്ങൾ ആണ് അവിടെ ഭരണം നടത്തുന്നത് എല്ലാവരുടെ. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് അവിടെ ഉള്ളത്. അപ്പോൾ വേറെ മാർഗമൊന്നുമില്ല. ഏതെങ്കിലും വിധത്തിൽ ഈ സ്ത്രീയെ രക്ഷപ്പെടുത്തണമെങ്കിൽ, ഈ വനിതയെ രക്ഷപ്പെടുത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഇവരുമായിട്ട് വളരെ കുറവാണ് മറ്റ് രാജ്യങ്ങൾക്ക്. പക്ഷേ അതിലിപ്പോൾ ഒരു ചെറിയ ഒരു വെള്ളി വെളിച്ചം നമ്മൾ കാണുന്നത് ഇറാൻ്റെ ഒരു പ്രസ്താവനയാണ്. ഇറാൻ്റെ ഒരു പ്രതിനിധി ഡൽഹിയിലെത്തിയിരുന്നു. ഡൽഹിയിലെത്തിയിട്ട് ഗവൺമെൻറ്റിന് ഒരു സഹായം വാഗ്ദാനം ചെയ്തു ഇക്കാര്യത്തിൽ. കാരണം ഇതിൽ അവരിടപെടാം. ഈ നിമിഷപ്രിയയുടെ ഈ സംഭവം അവരെ അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു മാനുഷിക പരിഗണന വെച്ച് അതിൽ ഇടപെടാൻ അവർ തയ്യാറാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇറാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാൻ അത് ഇടപെടുകയാണെങ്കിൽ യമനെ ഉറപ്പായിട്ട് കേൾക്കും. അങ്ങനെ കാര്യമുണ്ട്. അപ്പോൾ ഇറാൻ്റെ ഈ പ്രസ്താവന എന്ന് പറയുന്നത് ഈ വനിത രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും, വാതിലുകൾ തുറക്കുകയാണ് എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ട്. കാരണം ഇത് ഒരു കുറ്റവാളി രക്ഷപ്പെടുക എന്നുള്ളത് കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു കേസാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കാരണവശാലും അത് ശിക്ഷ കൊടുക്കത്തില്ല. കാരണം ഒരു ശരിയായ റീസൺ ഉണ്ട് ഇതിനകത്ത്. റീസൺ എന്ന് പറഞ്ഞാൽ ഈ പാസ്പോർട്ടൊക്കെ വാങ്ങിയെടുക്കണം. ഒരാളത് കൈയടക്കി വെച്ചേക്കാണ്. വാങ്ങിയെടുക്കാൻ വേണ്ടി ഒരു സെഡേഷൻ കൊടുത്താണ്. പക്ഷെ അത് കൂടിപ്പോയി. അതാണ് പ്രശ്നം പറ്റിയേക്കുന്നത്. അപ്പോൾ ഇത് ഒരു യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഒരു കോടതി ഇതിന് വധശിക്ഷ കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാനുഷിക പരിഗണന വെച്ച് ഇറാൻ ഇതിൽ ഇടപെടാമെന്ന് പറയുമ്പോൾ, ഇറാൻ പോലും അങ്ങനെ ഇത് പറയുമ്പോൾ ഏതായാലും അതൊരു വലിയൊരു കാര്യമായിട്ട്, ഒരു നേട്ടമായിട്ട് കാണുന്നു. ഏതായാലും ആ വനിത രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷപ്പെടാനുള്ള സാധ്യത ഇപ്പോൾ തെളിയുന്നുണ്ട്. ഇറാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യക്കുണ്ട്. ഇറാനുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമാണുള്ളത്. അപ്പോൾ ഇറാൻ ഈ ഒരു സഹായം വാഗ്ദാനം ചെയ്തേക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നിമിഷപ്രിയ രക്ഷപ്പെടും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.